ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്കറിയാലോ, എനിക്ക് മരുമകളുടെ കാശുകൊണ്ട് ജീവിക്കാനാവില്ല. കുടുംബം കൊണ്ടുപോയി വലിയൊരു എമൗണ്ടിന് പണയപ്പെടുത്തിട്ട ഇത് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. എടാ, നീ ഇപ്പൊ സഹായിച്ചില്ലെങ്കിൽ ഈ പണമെല്ലാം വാങ്ങിച്ചവര് കൊണ്ടുപോകും. അവളുടെ സങ്കടം കണ്ടിട്ടാ ഞാനീ പറയുന്നത്. അതായത് എന്റെ മകളെ കെട്ടണമെന്നും പറഞ്ഞ് ഞാൻ മഹേന്ദ്രന്റെ കാല് പിടിക്കണമെന്നല്ലേ? എടി, അതിലും ഭേദം ഒരു കത്തി എടുത്ത് എന്റെ ചങ്കിൽ കുത്തി ഇറക്കുന്നതല്ലേ? ആന മെലിഞ്ഞെന്നും പറഞ്ഞ് നീ എന്നെ തൊഴുത്തിക്കെട്ടാൻ നോക്കല്ലേ എൽസമ്മേ? ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, നീ ഒന്നും പറയണ്ട. എന്റെ കൈപ്പാങ്ങിൽ നിന്ന് നീ മാറി നിന്നോ, അതേ എനിക്കിപ്പോ പറയാനുള്ളൂ നിന്നോട്. അപ്പ അവളിങ്ങനെ അവനെ ഓർത്ത് പൂങ്കണ്ണിൽ ഒഴുക്കിയിരിക്കുന്ന ഭാവമെങ്കിൽ ഈ ഇരിപ്പ് മാത്രമേ ഉണ്ടാവൂ. കാരണം അവൻ കൈവിട്ട് പോയി. നീയും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്നേ. എടാ, കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയടാ. എങ്കിലല്ലേ എനിക്ക് പരിഹാരം ഉണ്ടോന്ന് നോക്കാൻ പറ്റൂ. പരിഹാരമൊന്നുമില്ല. ഒരു പാട്ട എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് പാടാൻ വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാനത് ഗദ്യ രൂപത്തിൽ പറയാം. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി. ഇവിടെ കൊത്തിക്കൊണ്ടുപോയതേ ഒരു കളക്ടർ കാക്കയാണെന്ന് മാത്രം. തെളിച്ചു പറടാ എന്തോന്ന് വെച്ചാ. ശിവൻ ഇപ്പോ കളക്ടറുടെ വീട്ടിലെ ആശ്രിതനായിട്ട് നിൽക്കുവാപ്പ. ഡ്രൈവർ പണിക്കെന്ന് പറഞ്ഞാ നിൽക്കുന്നത്. പക്ഷേ അവിടുത്തെ എല്ലാ പണിയും എടുക്കണം. കളക്ടർ ശാലിനി വിഷ്ണുവിനെ കൊണ്ട് ചിലപ്പോ കളക്ടറേറ്റിലേക്ക് പോകേണ്ടി വരും. ബീച്ചിൽ പോകേണ്ടി വരും. ഏത് പിന്നെ കളക്ടർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകേണ്ടി വരും. മാണിക്കോത്ത മഹേന്ദ്രന്റെ മകൻ ഡ്രൈവർ പണിക്ക് നിൽക്കുന്നു? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. മഹേന്ദ്രന്റെ തണലിൽ നിൽക്കുമ്പോഴേ ശിവന് മാണിക്കൊത്തെ പട്ടുമെത്തൽ കിടക്കാൻ പറ്റൂ. ഇല്ലെങ്കിലേ പട്ടുമെത്തയില്ല, പട്ടുകുപ്പായവും ഇല്ല. പോക്കറ്റിലാണെങ്കിൽ മണിയും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഡ്രൈവർ പണിയെങ്കിൽ ഡ്രൈവർ പണി, ഗുണ്ടാ പണിയെങ്കിൽ ഗുണ്ടാ പണി. മാർക്കറ്റിൽ ചെന്ന് അടികൂടിയെന്നൊക്കെയാ പറഞ്ഞു കേൾക്കുന്നത്. കേട്ടതൊക്കെ ശരിയാപ്പ. അവനിപ്പോ സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീയുടെ പലിശപ്പണം പിരിക്കാൻ നടക്കുന്ന ഗുണ്ടയാ. ഗുണ്ട കം ഡ്രൈവർ. കളക്ടറുടെ കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. ഇത് ആരെയും പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇങ്ങനെ നടക്കുന്ന ഇവനെ കൊണ്ട് ആ മഹേന്ദ്രൻ എന്തർത്ഥത്തിലാ ഇവളുടെ കരുതി താലി കെട്ടിക്കാന്ന് വാക്ക് തന്നത്? കളക്ടറുമായിട്ടുള്ള ഇപ്പോഴത്തെ ബന്ധം വെച്ച് ശിവനെ കൊണ്ട് കളക്ടർ ഇവളെ കെട്ടിക്കുവോ? ഒരിക്കലും ഇല്ല. അപ്പൻ ചെന്ന് ചോദിക്കണപ്പ മഹേന്ദ്രനോട് എന്തർത്ഥത്തിലാ തന്റെ മകനെ കൊണ്ട് എന്റെ മകളെ കെട്ടിക്കാന്ന് വാക്ക് പറഞ്ഞത്? ശിവന്റെ ശത്രുവാക്കി അയാളെ മാറ്റണം. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ മഹേന്ദ്രനെ ഞാൻ കണ്ടിരിക്കും. അവളുടെ കല്യാണം നടത്താനല്ല, അവന്റെ മുന്നിൽ എനിക്ക് ജയിച്ചു കാണിക്കണം. കളക്ടർ ശാലിനി വിഷ്ണുവിനെ കൊണ്ട് ചിലപ്പോ കളക്ടറേറ്റിലേക്ക് പോകേണ്ടി വരും. ബീച്ചിൽ പോകേണ്ടി വരും. ഏത് എടാ കമല, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം ഒഴിച്ച് എനിക്കെല്ലാം മനസ്സിലായി സത്യമേ.
എന്റെ ആശാന്റെ സ്ഥാനത്ത് എനിക്ക് മറ്റാരെയും കാണാൻ പറ്റില്ല. എന്നാണ് ഞാൻ എന്റെ ആശാനെ കണ്ടുമുട്ടിയെന്ന് എനിക്ക് അറിയില്ല. അന്നു മുതൽ ചങ്കായിട്ട് കൂടെ നിന്നിട്ടേ ഉള്ളൂ. അല്ല, ആശാനെന്ന് ഞാൻ വിളിക്കുന്നതേ അത് 100% ആശാനായിട്ട് തന്നെയാ. വേറെ എന്ത് വേണേ സത്യമ്മ പറഞ്ഞോ, പക്ഷെ ഇത് മാത്രം എന്നെ സത്യമ്മ നിർബന്ധിക്കരുത്. എടാ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് നമ്മുടെ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? എടാ, കാശ് കൊടുത്തിരിക്കുന്നത് ആർക്കൊക്കെയാണെന്നും അവരത് എത്രയൊക്കെ വെച്ചാണ് തരുന്നതെന്നും ഒക്കെ അറിയാവുന്നത് നിനക്കും വിഷ്ണുവിനും മാത്രമാ. എടാ, അതുകൊണ്ടാ ശിവന്റെ കൂടെ നീയും കൂടെ പോണെന്ന് ഞാൻ പറഞ്ഞത്. എടാ, നിനക്കറിയാലോ എനിക്ക് മരുമകളുടെ കാശ് കൊണ്ട് ജീവിക്കാനാവില്ല. കുടുംബം കൊണ്ടുപോയി വലിയൊരു എമൗണ്ടിന് പണയപ്പെടുത്തിയിട്ട് ഇത് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. എടാ, നീ ഇപ്പൊ സഹായിച്ചില്ലെങ്കിൽ ഈ പണമെല്ലാം വാങ്ങിച്ചവര് കൊണ്ടുപോകും. ബാങ്കുകാര് ഈ വീടും പറമ്പും ജപ്തി ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. ഒരിക്കലൊരു ദുരന്തത്തിൽ നിന്ന് കരകയറി വന്നവരാ നമ്മള്. ഇനി ഒരിക്കൽ കൂടി അങ്ങനെയൊക്കെ സംഭവിച്ച ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗം എന്റെ മുമ്പിലില്ല. എടാ, ശിവനെ നിർബന്ധപൂർവ്വം ഞാൻ ഇവിടെ ജോലിക്ക് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. സഹായിക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് സഹായിക്ക്. എത്തം കിട്ടാത്ത കയറ്റി കിടന്ന് ഒരു പിടിവള്ളി ഒരു വിധത്തിൽ ഒപ്പിച്ച് കയറാൻ ശ്രമിക്കാൻ ഞാൻ. ഡാ, ഒപ്പം നിൽക്കണം. എടാ, ഈ സമയത്ത് നിനക്ക് ഈ കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും അത്. നീ ആലോചിച്ചൊരു തീരുമാനം എടുക്ക. നിന്റെ ആശാന്റെ അച്ഛനും അമ്മയും തെരുവിലേക്ക് ഇറങ്ങണോ അതോ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണോന്ന്? എടുത്തമേ, ഞാൻ നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ നിനക്കെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. അത് നീ ചെയ്യ. ഒരാളും നിനക്ക് തടസ്സമായിട്ട് വരില്ല. ഒരു നിമിഷം നിൽക്കണേ.